നമസ്കാരം, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. KS പരീക്ഷ അടുത്തിരിക്കുകയാണ്. KSൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇനി KS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യണം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ KSൻ്റെ മെയിൻസിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഏതൊക്കെ രീതിയിൽ എത്ര മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഏതൊക്കെ ഭാഗം നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം എന്നത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് 2020 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമുക്കറിയാം, മെയിൻസിന് 3 പേപ്പറുകളാണുള്ളത്. 100 മാർക്കിൻ്റെ 3 പേപ്പറുകളാണുള്ളത്. ഡിസ്ക്രിപ്റ്റീവായിട്ടാണ് എക്സാം വരിക. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എത്ര മാർക്കിനൊക്കെയാണ് ചോദ്യങ്ങൾ എന്നുള്ളത് കൂടി നോക്കാം. അതിൽ പേപ്പർ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പേപ്പർ 1 മൊത്തം 26 ചോദ്യങ്ങളുണ്ടായിരുന്നു. 2020 നടന്ന പരീക്ഷയിൽ 26 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 100 മാർക്കാണ് മൊത്തം. അതിൽ ആദ്യത്തെ ചോദ്യം, elucidate the administrative reforms implemented by Lord Cornwallis as the Governor General of India. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. elucidate the administrative reforms implemented by Lord Cornwallis as the Governor General of India. ലോർഡ് കോൺവാലിസിനെ പറ്റിയിട്ടാണ് ചോദ്യം. അദ്ദേഹം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്തൊക്കെ റിഫോംസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിൽ വരുത്തിയത് എന്നാണ് ചോദ്യം. ദെൻ ഹിസ്റ്ററിയാണ് പേപ്പർ 1 വരുന്നത്. ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ നോക്കി വയ്ക്കുക. Then second ചോദ്യം, വില്യം ബെൻഡിക് removed the most atrocious evils from the Indian society and provided relief to the Indians. Comment. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്. വില്യം ബെൻഡിക് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ മാറ്റാൻ സഹായിച്ചു, അല്ലെങ്കിൽ റിഫോംസ് നടത്തി എന്നാണ്. അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. സതി നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്, ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് in India, the commercialization of agricultural crops and deforestation had both national and international reasons. Critically evaluate the statement that in India, the commercialization of agricultural crops and deforestation had both national and international reasons. എന്താണ് ചോദ്യം? എന്താണ് ഡീഫോറസ്റ്റേഷന് കാരണം? ഇന്ത്യയുടെ നാഷണലും ഇൻ്റർനാഷണലുമായിട്ടുള്ള കാരണങ്ങളുണ്ട് അതിന് എന്നുള്ളതാണ്. അതിനെ സാധൂകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ദ റയോട്ട് വാലി സിസ്റ്റം ഇൻ കമ്പാരിസൺ വിത്ത് ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ അടുത്ത ചോദ്യമാണ്, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ റയോട്ട് വാലി സിസ്റ്റത്തിൻ്റെ മെറിറ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. അതും 3 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ് കേട്ടോ. ദെൻ ട്രേസ് ദ മേജർ റെക്കമെൻഡേഷൻസ് ഗിവൺ ബൈ വില്യം ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ 1882 AD. 1882 ഹണ്ടർ കമ്മീഷൻ്റെ, എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇൻ കേരള. 3 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എങ്ങനെയാണ് അവർ രൂപപ്പെടാനുണ്ടായ സാഹചര്യം എന്നൊക്കെയാണ് ചോദ്യം. ദെൻ ശ്രീമൂലം പ്രജാസഭയെക്കുറിച്ച് 3 മാർക്കിന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീമൂലം പ്രജാസഭ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്തത്, ദ മലബാർ ടെനൻസി ആക്ട് MTA, ദ മലബാർ ടെനൻസി ആക്ട് MTA ഓഫ് 1929. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. നോക്കൂ, ഈ ചോദ്യങ്ങളൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ മലബാർ ടെനൻസി ആക്റ്റോ അല്ലെങ്കിൽ ശ്രീമൂലം പ്രജാസഭയോ ഒന്നും നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം കുറച്ചുകൂടി ഒരു ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഹിസ്റ്ററി കുറച്ചുകൂടി പ്രാധാന്യത്തോടു കൂടി പഠിക്കുക. കാരണം നമ്മൾ മറ്റെവിടെയും അത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. ദെൻ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹൗ ഫാർ പീപ്പിൾസ് വാർ പോളിസി അഫക്റ്റഡ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള. ഹൗ ഫാർ പീപ്പിൾസ് വാർ പോളിസി അഫക്റ്റഡ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ സമസ്ത കേരള സാഹിത്യ പരിഷത്ത്, സമസ്ത കേരള സാഹിത്യ പരിഷത്തിനെ കുറിച്ച് 3 മാർക്കിന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ റോൾ ഓഫ് റിലീജിയൻ ഇൻ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് കേരള. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ റോൾ ഓഫ് റിലീജിയൻ ഇൻ ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് കേരള. 3 മാർക്കിൻ്റെ ചോദ്യം. ദെൻ അനലൈസ് ദ റീസൺ ഫോർ ദ സർവൈവൽ ഓഫ് എത്നോമെഡിസിൻ among the tribal communities in the modern society. Analyze the reason for the survival of ethnomedicine among the tribal communities in the modern society. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. Then write briefly on the formation of the Kerala Muslim ഐക്യ സംഘം, കേരള മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ ഫോർമേഷനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്.
ദെൻ എക്സാമിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആർക്കിടെക്ചർ ഇൻ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള. കേരളത്തിൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഹൗ ഈസ് കേരള കൾച്ചറലി ഡൈവേഴ്സ്? ഹൗ ഈസ് കേരള കൾച്ചറലി ഡൈവേഴ്സ് എന്നാണ് ചോദ്യം. 3 മാർക്ക്. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ആൻഷ്യൻറ്റ് ഇന്ത്യൻ ടെക്സ്റ്റ്? ആൻഷ്യൻ ഇന്ത്യൻ ടെക്സ്റ്റിലെ പൊളിറ്റിക്സ് എന്ന കൺസെപ്റ്റിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ അനലൈസ് ദ സെക്യുലർ ക്യാരക്ടർ ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ ലിറ്ററേച്ചർ. അനലൈസ് ദ സെക്യുലർ ക്യാരക്ടർ ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ ലിറ്ററേച്ചർ. 5 മാർക്കിൻ്റെ ചോദ്യം. ദെൻ വാട്ട് ഹാപ്പൻഡ് അക്ബർ ടു ബിൽഡ് എ സ്ട്രോങ് എംപയർ ഇൻ ഇന്ത്യ? What helped Akbar to build a strong empire in India? 5 മാർക്കിൻ്റെ ചോദ്യം. Then explain the life of the common people in 16th century India. ഇന്ത്യയിലെ 16-ാം നൂറ്റാണ്ടിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 മാർക്കിൻ്റെ ചോദ്യം. Explain the chief factors led to the civil disobedience movement in British India. CDM സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് 5 മാർക്കിൻ്റെ ചോദ്യം. ദെൻ കമ്പയർഡ് ടു ട്രാവൻകൂർ, മലബാർ വിറ്റ്നസ്ഡ് ലെസ് സോഷ്യൽ റിഫോംസ് ആൻഡ് കാസ്റ്റ് റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ജസ്റ്റിഫൈഡ്. കമ്പയർഡ് ടു ട്രാവൻകൂർ, മലബാർ വിറ്റ്നസ് ലെസ് സോഷ്യൽ റിഫോംസ് ആൻഡ് കാസ്റ്റ് റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ജസ്റ്റിഫൈ. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ എക്സ്പ്ലെയിൻ ഹൗ ദ ട്രീറ്റി ഓഫ് വേഴ്സാലീസ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഔട്ട്ബ്രേക്ക് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന് എങ്ങനെയാണ് ട്രീറ്റി ഓഫ് വേഴ്സാലീസ് ഉടമ്പടി കാരണമായത് എന്നാണ് ചോദ്യം. 5 മാർക്കാണ്. ദെൻ ബ്രിങ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ ഇൻ സെക്കൻഡ് വേൾഡ് വാർ. ബ്രിങ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ ഇൻ സെക്കൻഡ് വേൾഡ് വാർ. 5 മാർക്കിൻ്റെ ചോദ്യം. ദെൻ അനലൈസ് ദ ഈവിൾ എഫക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററിയിലെ ഇൻഡസ്ട്രിയൽ റിവല്യൂഷനെ പറ്റിയിട്ട് അതിൻ്റെ ഈവിൾ എഫക്ട്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 5 മാർക്കാണ്. ദെൻ എക്സ്പ്ലെയിൻ വൈ ദ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു പ്രിവെൻറ്റ് അനദർ വേൾഡ് വാർ. എക്സ്പ്ലെയിൻ വൈ ദ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു പ്രിവെൻറ്റ് അനദർ വേൾഡ് വാർ. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ടു മലയാളം ലാംഗ്വേജ്. മലയാളം ഭാഷയ്ക്ക് ഹെർമൻ ഗുണ്ടർട്ട് നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ 26 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ഏകദേശം 15 ചോദ്യങ്ങളോളം ഒരു 18 ചോദ്യങ്ങളോളം 3 മാർക്കിനും ബാക്കി ഒരു 8 ചോദ്യങ്ങളോളം 5 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ്. അപ്പോൾ അത്രയാണ് പേപ്പർ 1. നമുക്ക് പേപ്പർ 2 കിടക്കാം. പേപ്പർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹിസ്റ്ററി, അതേപോലെ തന്നെ കൾച്ചറൽ ഹെറിറ്റേജ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ദെൻ പേപ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ചോദ്യങ്ങളൊക്കെ കിടക്കാം. 100 മാർക്കിൻ്റെ 28 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നോക്കാം. എന്യൂമറേറ്റ് ദ definition of constitution. Enumerate the definition of constitution. Then second one, explain the functions of legislature. 3 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. explain the functions of legislature. Write a note on the methods for making judiciary more independent. Write a note on the methods for making judiciary more independent. 3 മാർക്കിൻ്റെ ചോദ്യം. Then discuss the essential qualities of a good constitution. Good constitutionൻ്റെ essential qualities ആണ് പറഞ്ഞിട്ടുള്ളത്. 3 മാർക്ക്. Then enumerate the scope or characteristics of the directive principles of state policy. DPSP കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളതാണ്. 3 മാർക്ക്. Then the manufacturing world is moving from furnace to computers. In this light, critically analyze India's readiness in embracing Industry 4.0. അതായത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് വികസിക്കുന്നതിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫർണൻസിൽ നിന്ന് നമ്മളിന്ന് കമ്പ്യൂട്ടർ വരെ എത്തി നിൽക്കുകയാണ്. ദെൻ വിത്ത് ഡിമോണിറ്റൈസേഷൻ ആൻഡ് ദ associated digitally economy push made by the government, more and more people have started using digital payment interfaces. In this light, discuss the measures to taken by the Indian government to make the digital payment scenario secure and safe. സെക്യൂർ ആയിട്ടുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുക്കേണ്ട മെഷേഴ്സിനെ പറ്റിയിട്ടാണ്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ India's healthcare needs are growing day by day. In this scenario, the government is promoting Ayush as a plausible healthcare system. How much can modern medicine and Ayush supplement each other? Point out the major pros and cons of such a hybrid model. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. Then discuss the potential of technologies like artificial intelligence and robotics in our healthcare system, especially in hospitals. ഹോസ്പിറ്റൽസിൽ AI-യും റോബോട്ടിക്സും ഒക്കെ ഉപയോഗിക്കുന്നത് എത്രത്തോളം ഗുണകരമാവും, അതിൻ്റെ മെറിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. 3 മാർക്ക്. Then how information and communication technologies ICTs help in the
ഇൻ ഇ ഗവേണൻസ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഇൻ അവർ കൺട്രി? 3 മാർക്കിന്റെ ചോദ്യമാണ്. എങ്ങനെയാണ് ഇ ഗവേണൻസും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസും ഒക്കെ ഇ ഗവേണൻസിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ദെൻ റൈറ്റ് അബൌട്ട് ദ ഇന്ത്യൻ സ്പേസ് ബേസ്ഡ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ദാറ്റ് ഈസ് കറന്റ്ലി ഓപ്പറേഷണൽ? 3 മാർക്കിന്റെ ചോദ്യമാണ്. ദെൻ അടുത്തത് ജസ്റ്റിഫൈ ഇന്ത്യസ് പ്രിപ്പയർഡ്നെസ് ടു സെൻഡ് ഹ്യൂമൻസ് ടു സ്പേസ്? 3 മാർക്കിന്റെ ചോദ്യം. ദെൻ വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പവർ പ്രോഗ്രാം? വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് സച്ച് എ സ്ട്രാറ്റജി ആൻഡ് കറന്റ് സ്റ്റാറ്റസ്? 3 മാർക്ക്. ദെൻ ഡിസ്കസ് അബൌട്ട് മിഷൻ ശക്തി? മിഷൻ ശക്തിയെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 3 മാർക്കിന് ചോദ്യം. ദെൻ ഡിസ്ക്രൈബ് ദ ഫംഗ്ഷൻ ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ISRO's GSAT പ്രോഗ്രാം? 3 മാർക്കിന് ചോദ്യം. ദെൻ വാട്ട് ആർ ബയോപാർക്സ്? ലിസ്റ്റ് ദ എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ് അഡോപ്റ്റഡ് ദർ? 3 മാർക്കിന്റെ ചോദ്യം. ദെൻ സ്റ്റേറ്റ് ദ ഹൈലൈറ്റ്സ് ഓഫ് ജോഹന്നാസ്ബർഗ് സബ്മിറ്റ് 2002? 3 മാർക്കിന്റെ ചോദ്യം. ദെൻ ഔട്ട്ലൈൻ ദ റീജിയണൽ ഇമ്പാക്ട്സ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്? 3 മാർക്കിന്റെ ചോദ്യമാണ്. ടെമ്പറേച്ചർ ചേഞ്ചിന്റെ റീജിയണൽ ഇമ്പാക്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ ദ ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ NGOs ഫോർ എൻവയോൺമെന്റൽ പ്രോഗ്രാം? 3 മാർക്ക്. സ്റ്റേറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ ടെക്നോളജി? 3 മാർക്ക്. ദെൻ ടു വാട്ട് എക്സ്റ്റെൻഡ് ഈസ് എ റൈറ്റ് ടു പ്രോപ്പർട്ടി റെക്കഗ്നൈസ്ഡ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ? 5 മാർക്ക്. Then discuss the power of the states to question union legislation on matter in list 1? 5 മാർക്കിന് ചോദ്യം. Then judgment of the apex court in the case of Keshavananda Bharati destroyed the supremacy of parliament and the constitution of India in favor of supremacy of Supreme Court of India? Comment. 5 marks. Then discuss the main features of the Indian civil services that makes the modern Indian state functionally reliant on it? 5 മാർക്കിന്റെ ചോദ്യമാണ്. Then Union of India has the power to create new states and union territories. Explain in the light of recent developments? 5 മാർക്കിന്റെ ചോദ്യം. Then the creation of the Goods and Services Tax Council has recast collection and sharing of taxes in India. Discuss the creation of the Goods and Services Tax Council GST Councilന്റെ പറ്റിയിട്ടാണ് ചോദ്യം. Has recast collection and sharing of taxes in India? Discuss. 5 മാർക്ക്. Explain the fundamental rights that are to be given to a child. Explain the fundamental rights that are to be given to a child. 5 മാർക്കിന്റെ ചോദ്യം. Then narrate the causes of failures of land reforms in India. Narrate the causes of failures of land reforms in India. ഇന്ത്യയിലെ ലാൻഡ് റിഫോംസ് ഫെയിൽ ആവാനുള്ള കാരണങ്ങളാണ് 5 മാർക്കിന്റെ ചോദ്യം. അപ്പോൾ അത്രയാണ് പേപ്പർ 2 അതിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് പേപ്പർ 3 നോക്കാം. പേപ്പർ 2 നമ്മൾ 28 ചോദ്യങ്ങളോളം കണ്ടു. അതിൽ 20 ചോദ്യങ്ങളോളം 3 മാർക്കും പിന്നെ 5 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ്. സിവിൽ സർവീസിൻ്റെ പോലെയല്ല. സിവിൽ സർവീസ് എക്സാമുകൾക്ക് 10 മാർക്കും 15 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. ഇവിടെ 3 മാർക്ക്, 5 മാർക്ക് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. നമുക്ക് 3ാമത്തെ പേപ്പറിലെ ചോദ്യങ്ങളൂടി നോക്കാം. പേപ്പർ 3യിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എക്കോണമിയും പ്ലാനിങ്ങുമാണ്. ദെൻ അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ ജിയോഗ്രഫി, ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് അവിടെ നോക്കുന്നത്. ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ക്രിറ്റിക്കലി എക്സാമിൻ ദ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി ഓഫ് ഇന്ത്യൻ എക്കോണമി വിത്ത് കീ എക്കണോമിക് പാരാമീറ്റേഴ്സ്? 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഫുഡ് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ? എക്സ്പ്ലെയിൻ ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഫുഡ് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാർട്ടപ്പ് ആൻഡ് ഇറ്റ്സ് അക്കംപ്ലിഷ്മെന്റ്സ് ഇൻ ഇന്ത്യ? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാർട്ടപ്സ് ആൻഡ് ഇറ്റ്സ് അക്കംപ്ലിഷ്മെന്റ്സ് ഇൻ ഇന്ത്യ? 3 മാർക്കിൻ്റെ ചോദ്യം. ദെൻ enumerate the arguments and objectives on the establishment of Niti Aayog as a policy think tank of government? Enumerate the arguments and objectives on the establishment of Niti Aayog as a policy think tank of government of India. Then India marches towards to grow into a $5 trillion economy by 2024-25. Evaluate the ingredients of a model that can generate such a growth. 3 മാർക്കിൻ്റെ ചോദ്യം. 2000-ലുള്ള ചോദ്യമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ 2024-25 ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു ലക്ഷ്യമായിരുന്നു ഇത്. ഇന്നത്തെ എത്രത്തോളം ഇത് പ്രാവർത്തികമാണെന്നുള്ള ഇന്നത്തെ കറണ്ട് ആയിട്ടുള്ള ഇവൻസിൽ നിന്നുകൊണ്ട് വേണം ആലോചിക്കാൻ. നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഗവൺമെൻറ്റുകൾ 2047 ആകുമ്പോഴേക്കും നമ്മൾ കുറേ പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ
നേടിയെടുത്തോ, അല്ലെങ്കിൽ ഇനി നമ്മൾ എന്തൊക്കെ അതിനു വേണ്ടി ചെയ്യണം എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ചോദ്യങ്ങളാവും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ദെൻ compare Kerala economy with the India in terms of GDP or GSDP growth and per capita income level since 2011-12 3 മാർക്കിന്റെ ചോദ്യമാണ്. Then what are the sources of Kerala government to raise revenue for financing the liability incurred through KIFBI? What are its limitations? കിഫ്ബിയെ പറ്റിയിട്ടാണ് ചോദ്യം. അതിന്റെ ലിമിറ്റേഷൻസും ബാക്കി കാര്യങ്ങളും 3 മാർക്കിന്റെ ചോദ്യമാണ്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് റൈസ് ഇൻ കേരള രജിസ്റ്റേർഡ് increasing trend in recent years. Highlight the specific initiatives of Kerala government that helped achieving these. 3 മാർക്കിന്റെ ചോദ്യമാണ്. Then what is the recent trend in return emigration in Kerala? What are the recent trend in return immigration in Kerala? Describe the rehabilitation packages for the return immigrants in Kerala. 3 മാർക്കിന് ചോദ്യം. നോക്കൂ, കോവിഡിന്റെ ടൈമിൽ ഒരുപാട് നമ്മുടെ പ്രവാസികൾ തിരിച്ചു വന്നിരുന്നു. അതിൻ്റെ ഒരു ട്രെൻഡിനെ കുറിച്ചിട്ടാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ഇന്ന് ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യത നമ്മുടെ യൂത്ത് കൂടുതലായിട്ടും പുറത്തു പോകണു അതിനെ കുറിച്ചിട്ടാവും ചോദിക്കണം. അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷനെ കുറിച്ചിട്ടാവും ചിലപ്പോൾ ഒരു ചോദ്യം വരാൻ സാധ്യത. അതുകൂടി ശ്രദ്ധിച്ചു വെക്കുക. ദെൻ പ്രൊഡക്ഷൻ ഓഫ് റൈസ് ഇൻ കേരള രജിസ്റ്റേർഡ് അത് നമ്മൾ വായിച്ചു. ദെൻ അടുത്ത ചോദ്യം നോക്കാം. Of the total 941 panchayats, 861 has achieved ISO 9001:2015 certification. What does this certification means? Which are the important initiatives that helped to achieve these? ISO സർട്ടിഫിക്കേഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പഞ്ചായത്തിലെ ISO സർട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ആ ഇനീഷ്യേറ്റീവിനെയും കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദെൻ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഡിസ്കസ് ദ എർത്ത് മൂൺ സിസ്റ്റം വിത്ത് റെഫറൻസ് ടു ബാരി സെൻറ്റർ. ബാരി സെൻറ്റർ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ദെൻ വാട്ട് ആർ സ്ലം ബ്ലോക്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ സ്ലം ബ്ലോക്സ് എഫക്ട്സ് ഹ്യൂമൻ ലൈഫ്. 3 മാർക്കാണ്. ദെൻ വാട്ട് ഈസ് മെൻഡ് ബൈ സബ്ടെറിയൻ കട്ട് ഓഫ്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സബ്-അർബൻ ഡെവലപ്മെന്റ്. എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സബ്-അർബൻ ഡെവലപ്മെന്റ്. 3 മാർക്കിന് ചോദ്യം. ദെൻ ക്രിട്ടിക്കലി എക്സാമിൻ ദ വാം ആൻഡ് കോൾഡ് കോർ റിങ്സ് ഇൻ ഗൾഫ് സ്ട്രീംസ് ആൻഡ് ഇറ്റ്സ് എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ്. 3 മാർക്കിന്റെ ചോദ്യമാണ്. ദെൻ വാട്ട് ആർ ദ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഡിസ്കവറി ഓഫ് ഓയിൽ ഇൻ ആർട്ടിക് ഏരിയാസ്. 5 മാർക്കിന്റെ ചോദ്യമാണ്. ആർട്ടിക് ഏരിയയിൽ ഉള്ള ഓയിൽ ഡിസ്കവറീസിനെ കുറിച്ചിട്ട്. എൻവയോൺമെന്റൽ ത്രെറ്റാണ് ചോദ്യം കേട്ടോ. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഹസാർഡും എൻവയോൺമെൻറ്റൽ സയൻസും ഒക്കെ ഭാഗമായിട്ടുള്ളൊരു ചോദ്യമാണ്. ദെൻ ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ലിറ്ററസി റേറ്റ് ഓഫ് കേരള. ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ് വിത്ത് ലിറ്ററസി റേറ്റ് ഓഫ് ഇന്ത്യ. 5 മാർക്കിൻ്റെ ചോദ്യം. ദെൻ ഡിസ്ക്രൈബ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ബാങ്കിങ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ. ഡിസ്ക്രൈബ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ബാങ്കിങ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ. 5 മാർക്കിന്റെ ചോദ്യമാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ജെൻഡർ ബഡ്ജറ്റ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 5 മാർക്കിന്റെ ചോദ്യമാണ്. ദെൻ വാട്ട് വുഡ് ബി ദ റോൾ ഓഫ് GST കൗൺസിൽ. 5 മാർക്കിന്റെ ചോദ്യമാണ്. റോൾ ഓഫ് GST കൗൺസിൽ. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ന്യൂ ഫോറിൻ ട്രേഡ് പോളിസീസ് 2015-20 ഇൻ ഇന്ത്യ. ഫോറിൻ ട്രേഡ് പോളിസിയാണ്. ഇതൊക്കെ കറണ്ട് ആയിട്ടുള്ള ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടാവും ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ. ദെൻ കൺസിഡർ ദ പോപ്പുലേഷൻ സ്ട്രക്ചർ ഇൻ കേരള. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസെപ്റ്റ് ഈസ് ഓർ ആർ സ്യൂട്ടബിൾ ടു എക്സ്പ്ലെയിൻ കേരള സിനാരിയോ ആൻഡ് വൈ. ഡെമോഗ്രാഫിക് ഡെപ്പോസിറ്റ്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, ഡെമോഗ്രാഫിക് ഡെപ്റ്റ്. 5 മാർക്കിന്റെ ചോദ്യമാണ്. ദെൻ മെൻഷൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്ട്രാ ട്രോപ്പിക്കൽ ഹരിക്കെയിൻസ്. 5 മാർക്കിന്റെ ചോദ്യം. ദെൻ ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് കീ ഇഷ്യൂസ് ഇൻ എ ഗ്ലോബലൈസിംഗ് വേൾഡിലെ കുറിച്ചിട്ടുള്ളതാണ് ചോദ്യം. ദെൻ വിച്ച് ആർ ദ അഗ്രോ എക്കോണമിക്കൽ റീജിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹൗ ദേ ആർ delineated. Which are the agro-ecological regions of the India and how they are delineated. 5 മാർക്കിന്റെ ചോദ്യമാണ്. Explain the types and distributions of geographical cultural realms and regions of the world. 5 മാർക്കിന്റെ ചോദ്യം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പേപ്പർ 3 വരുന്നത്. എക്കോണമി, ജിയോഗ്രഫി, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സയൻസ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ പേപ്പർ 3 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ KSന്റെ മെയിൻസ് പേപ്പറുകൾ. ഇനി നമുക്ക് ഈ മെയിൻസ് പേപ്പറിലെ കീ വേർഡ്സ് കൂടി ഒന്ന് നോക്കാം. പേപ്പർ 1ലും പേപ്പർ 2ലും പേപ്പർ 3ലും വന്നിട്ടുള്ള കീ വേർഡ്സ്. ഈ ചോദ്യങ്ങൾ ഇതുപോലെ തന്നെ ഒരിക്കലും റിപ്പീറ്റ് ആവില്ല. പക്ഷേ ഈ കീ വേർഡ്സ് അതിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും റിപ്പീറ്റ് ആവും.
അതുകൊണ്ട് നമുക്ക് ഈ കീവേഡ്സ് എന്താണെന്നും ആ കീവേഡ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പഠിക്കേണ്ടത്. അപ്പോൾ കീവേഡ്സ് എന്താണെന്ന് കൂടി നിർത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. പേപ്പർ 1 കീവേഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പേപ്പർ 1 കീവേഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, അതിൽ ലോർഡ് കോൺവാലിസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ അട്രോസിറ്റീസ് ഓഫ് ഈവിൾസ് ഫ്രം ദ ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റിയിലെ അട്രോഷ്യസ് ഈവിൾസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അഗ്രികൾച്ചറൽ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്സ് ആൻഡ് ഡീഫോറസ്റ്റേഷൻ എന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ദെൻ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്സും. ദെൻ അടുത്ത ചോദ്യത്തിൽ റയോട്ട് വാരി സിസ്റ്റം ആൻഡ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, ആ രണ്ട് സിസ്റ്റങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റയോട്ട് വാരി സിസ്റ്റം ആൻഡ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. ദെൻ അടുത്തത് ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ദെൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇൻ കേരള, ശ്രീമൂലം പ്രജാസഭ, അത് അങ്ങനെ തന്നെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. ദെൻ മലബാർ ടെനൻസി ആക്ട്, MTA ആക്ട്, മലബാർ ടെനൻസി ആക്ട്, ഇതൊക്കെ അതേപോലെ തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. ദെൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള. ദെൻ സംസ്ഥ കേരള സാഹിത്യ പരിഷത്ത്. ദെൻ റോൾ ഓഫ് റിലീജിയൻ ഇൻ ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ. ദെൻ അടുത്തത് എത്തിനോ മെഡിസിൻ എമംഗ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് അടുത്തത്. ദെൻ ഫോർമേഷൻ ഓഫ് കേരള മുസ്ലിം ഐക്യ സംഘം, അതാണ് കേരള മുസ്ലിം ഐക്യ സംഘം. ദെൻ അടുത്തത് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ഇന്ന് ആർക്കിടെക്ചർ ഇൻ ദ കൾച്ചറൽ ഹെറിറ്റേജ്, അതാണ് കീവേഡ്. ദെൻ ഹൗ ഈസ് ദ കേരള കൾച്ചറലി ഡൈവേഴ്സ്, അപ്പോൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണ്, അവിടെ നിന്ന് കീവേഡ് എന്ന് പറയാനില്ല. കാരണം ഇപ്പോൾ ഈ ചോദ്യവും അതുപോലെ തന്നെ നമ്മുടെ ശ്രീമൂലം പ്രജാസഭ, മലബാർ ടെനൻസി ആക്ട്, അതൊക്കെ അതുപോലെ തന്നെ ചോദ്യമായി തന്നിരിക്കുകയാണ്. ദെൻ വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ്, അതിൽ നമ്മുടെ ആൻഷ്യൻ ഇന്ത്യൻ ടെക്സ്റ്റിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻഷ്യൻ ഇന്ത്യൻ ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെക്യുലർ ക്യാരക്ടേഴ്സ് ആണ്, ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് സെക്യുലർ ക്യാരക്ടേഴ്സ്. ദെൻ അടുത്തത് അക്ബേഴ്സിൻ്റെ എംപയർ ആണ്, നമ്മളവിടെ മുഗൾ എംപയറിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും നമ്മൾ പഠിക്കേണ്ടത്. ദെൻ അടുത്തത് 16th സെഞ്ച്വറി ഇന്ത്യയിലെ കോമൺ പീപ്പിൾസിൻ്റെ ഇതാണ് ചോദ്യം, അവിടെ ഒന്നും കീവേഡ് എന്ന് പറയാനില്ല. ദെൻ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കമ്പയർഡ് ടു ട്രാവൻകൂർ മലബാർ വിറ്റ്നസ്ഡ് ലെസ്, അവിടെ കാസ്റ്റ് റിഫോം മൂവ്മെൻറ്റ്സും സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സും ആണ് നോക്കേണ്ടത്. ദെൻ ട്രീറ്റി ഓഫ് വേഴ്സാലീസും സെക്കൻഡ് വേൾഡ് വാറും. ദെൻ അടുത്തതിൽ ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ദെൻ ലീഗ് ഓഫ് നേഷൻസ്. ദെൻ അടുത്തത് ഒരു ജനറൽ ചോദ്യമാണ്, ഹെർമൻ ഗുണ്ടർട്ട് നൽകിയിട്ടുള്ള മലയാള ലാംഗ്വേജിനുള്ള സംഭാവനകളെ കുറിച്ചിട്ടാണ് ചോദ്യം. ദെൻ പേപ്പർ 2 കീവേഡ്സ് ഒന്ന് നോക്കാം നമുക്ക്. അവിടെ ഡെഫിനിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫങ്ഷൻസ് ഓഫ് ലെജിസ്ലേച്ചർ, അതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ദെൻ ഇൻഡസ്ട്രി 4.0, ഇൻഡസ്ട്രി 4.0. ദെൻ ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ്സും ഡിജിറ്റൽ എക്കോണമിയും ഒക്കെയാണ് കീവേഡുകൾ. ദെൻ സൈബർ ക്രൈം എന്നുള്ളത് ഒരു കീവേഡാണ്, അവിടെ ശ്രദ്ധിച്ച് വയ്ക്കുക. ദെൻ ഹെൽത്ത് കെയറിലെ ആയുഷ് സപ്ലിമെൻറ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ദെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഗവർണൻസ്. ദെൻ അടുത്ത ചോദ്യം ഡയറക്റ്റ് ചോദ്യമാണ്, ഇന്ത്യൻ സ്പേസ് ബേസ്ഡ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയെ കുറിച്ചുള്ള ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് അടുത്തതൊക്കെ. ദെൻ മിഷൻ ശക്തി, അതുപോലെ തന്നെ ജോഹന്നാസ്ബർഗ് സബ്മിറ്റ്, ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ഗ്രീൻ ടെക്നോളജി, ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ ടെക്നോളജി. ദെൻ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, NGOs, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ദെൻ കേശവാനന്ദ ഭാരതി കേസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. കേശവാനന്ദ ഭാരതി കേസ് പഠിക്കാതെ പോകരുത്. ദെൻ നമുക്ക് പ്രിലിംസിലും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് കേശവാനന്ദ ഭാരതി കേസ്. ദെൻ ഇന്ത്യൻ സിവിൽ സർവീസസിനെ കുറിച്ച് നോക്കാം. ദെൻ അടുത്തത് ഗുഡ്സ് ആൻഡ് സർവീസ് കൗൺസിൽ, GST കൗൺസിൽ, അതൊരു കീവേഡാണ്, പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ കീവേഡായിട്ട് വരുന്നത്. പലതും ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ദെൻ പേപ്പർ 3 നമുക്ക് നോക്കി നോക്കാം. പേപ്പർ 3 മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി, ദെൻ കീ എക്കണോമിക് പാരാമീറ്റേഴ്സൊക്കെ, ദെൻ ഫുഡ് സെക്യൂരിറ്റി,
ഫുഡ് മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ദെൻ നീതി ആയോഗ്, 5 ട്രില്യൺ എക്കോണമി, പെർ ക്യാപിറ്റ ഇൻകം. അടുത്ത ചോദ്യം കിഫ്ബി ഒരു കീവേഡാണ്. കിഫ്ബിയെക്കുറിച്ച് ഇപ്പോൾ ന്യൂസിലൊക്കെ ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ കിഫ്ബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന കൊല്ലങ്ങളിലും അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ദെൻ ബാരി സെൻറ്റർ എന്നത് ഒരു കീവേഡാണ്, ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. സ്ലം ബ്ലോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സബ്ടെറൈൻ കട്ട് ഓഫ്, സബ് അർബൻ ഡെവലപ്മെൻറ്റ്. ദെൻ ഗൾഫ് സ്ട്രീം, വാം ആൻഡ് കോൾഡ് കോർ റിങ്സ് ഇൻ ഗൾഫ് സ്ട്രീംസ്, അതാണ് കീവേഡ്. ദെൻ ജെൻഡർ ബഡ്ജറ്റ്, അതുപോലെ തന്നെ GST കൗൺസിൽ, അത് നമ്മൾ നേരത്തെ പേപ്പർ 2ലും അത് വന്നു, പേപ്പർ 3ലും GST കൗൺസിലിനെ കുറിച്ചുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ദെൻ ന്യൂ ഫോറിൻ ട്രേഡ് പോളിസി, അതൊന്നും കീവേഡ് അല്ല, ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ദെൻ ഡെമോഗ്രാഫിക് ഡിപ്പോസിറ്റ്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, ഡെമോഗ്രാഫിക് ഡെപ്റ്റ്. ദെൻ അഗ്രോ എക്കണോമിക്കൽ റീജിയൻസിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ദെൻ ഗ്ലോബലൈസിങ് വേൾഡ്. ദെൻ ജിയോഗ്രഫിക്കൽ കൾച്ചറൽ റിലിംസ് ആൻഡ് റീജിയൻസ് ഓഫ് വേൾഡ്. ഇപ്പം ഇത്രയാണ് കീ വേർഡുകൾ ഉള്ളത്. പലതും ഡയറക്റ്റായിട്ട് ചോദ്യം അങ്ങനെ തന്നെ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലുള്ളത്. നമ്മൾ KS മെയിൻസിൻ്റെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിലെ കീവേഡുകളുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്